ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അതിലേക്കായിട്ട് ആദ്യം ഞാൻ ഒരു 1/2 കിലോ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായി തിളച്ച ശർക്കര ഒരു 10 മിനിറ്റ് നേരം ഇത്തിരി ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് ഒരു പാനിലേക്ക് ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം ചൂട് വേണം, എന്നാൽ തിളച്ചതാകാനും പാടില്ല. ഞാൻ ഈ ശർക്കര പാനിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്, ഞാൻ 2 ഗ്ലാസ്, ഇതാണ് എൻ്റെ ഗ്ലാസിൻ്റെ അളവ്, ഇതേപോലെ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശർക്കര പാനിയിലേക്ക് ഇത് ഇട്ടിട്ട് ഇളക്കുമ്പോൾ കട്ട കെട്ടാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പതുക്കെ ഇളക്കുക. ഞാനിത് 2ാമത്തെ ഗ്ലാസ് അരിപ്പൊടിയാണ് പതുക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നത്. ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടി ഓൾറെഡി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് 1 ഗ്ലാസ് മൈദയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ഗ്ലാസ് റവയാണ്. ഈ റവ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ക്രിസ്പിനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ റവ ചേർത്ത് കൊടുക്കുന്നത്. അത് റവ ചേർത്ത് പതുക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ കൂട്ടാണ് ഇപ്പം ഞാനിത് കലക്കി വയ്ക്കുന്നുള്ളൂ. ഇനി ഞാനിതിലേക്ക് ഒരു പഴം മിക്സിയിൽ അരച്ചിട്ട് ഇതിൽ ചേർത്തുന്നുണ്ട്. പിന്നെ നമ്മൾ നാളികേരക്കൊത്ത് ഇടുന്നുണ്ട്, പിന്നെ ഏലക്കാപ്പൊടി ഇടുന്നുണ്ട്, എള്ളിടുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമുക്കിത് ഒരു 6 അല്ലെങ്കിൽ 8 മണിക്കൂർ നമ്മൾ ഇതിങ്ങനെ കലക്കി വയ്ക്കണം. അതിന് ശേഷമാണ് മറ്റേതൊക്കെ ചേർത്തേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു 6 മണിക്കൂർ കലക്കി വയ്ക്കാം. നമ്മൾ കുഴിയപ്പത്തിന് കലക്കി വെച്ചത് ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം കൊത്തി വെച്ചിട്ടുണ്ട്, അത് വറുത്തിടാനും, പിന്നെ അല്പം നാളികേരം ചിരകി വെച്ചതുണ്ട്, പിന്നെ അല്പം ഏലക്കാപ്പൊടി, പിന്നെ കറുത്ത എള്ള്, അത് ഞാൻ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ട് ഇത് വറുത്തെടുക്കാൻ പോവാണ് നാളികേരം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കത് വറുത്തെടുക്കാം. നാളികേരം വറുത്തത് ഞാൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് തട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള അല്പം നാളികേരം കൂടി ഞാൻ വറുത്തിടുന്നുണ്ട്. അത് ബാക്കിയുള്ള നെയ്യിലേക്ക് വറുത്തിട്ട് അത് അതിലേക്ക് ഇടാൻ പോവാണ്. ഞാൻ ഈ ഉണ്ണിയപ്പത്തിലേക്ക് ഒരു പഴം എടുത്തിട്ടുണ്ട്. ഞാനിത് നല്ല പഴുത്ത റോബസ്റ്റ പഴമാണ്. ഞാനത് ചെറിയ പീസുകളായിട്ട് മിക്സർ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് അതും കൂടി അരച്ചിട്ട് ഈ മാവിലേക്ക് ചേർക്കുന്നുണ്ട്. നാളികേരം വറുത്തതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ കഴുകി എടുത്ത് വെച്ച കറുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ നമ്മൾ അരച്ച് വെച്ച പഴത്തിൻ്റെ മിക്സ്. നമുക്ക് ഏത് പഴം വേണമെങ്കിലും ചേർത്താം. ഞാനിപ്പോൾ എടുത്തായിരിക്കുന്നത് റോബസ്റ്റ പഴമാണ്. നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് നമുക്ക് കോരി ഒഴിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒരുവിധം ശരിയായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഞാൻ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ചൂടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പാരലായിട്ട് തന്നെ വേറൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതും ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ണിയപ്പം ഒഴിച്ചിട്ട് ഒരുവിധം ഷേപ്പ് ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറ്റേ പാത്രത്തിലേക്ക് മൊരിയാനായിട്ട് മാറ്റിയാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. അപ്പോൾ നമുക്ക് ഇത് കോരി ഒഴിച്ച് ഉണ്ടാക്കി തുടങ്ങാം.
ഞാൻ ജസ്റ്റ് ഷേപ്പ് വന്ന കുഴിയപ്പം ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പാരലായിട്ട് വെച്ചിട്ടുള്ള ചട്ടിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടുത്ത ഇതിലേക്ക് നമുക്ക് കുഴിയപ്പം ഒഴിക്കാം. നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് ഷേപ്പായത് ഇങ്ങനെ ഒരു പാരലായിട്ടുള്ള ഒരു പാനിൽ നമ്മൾ ഇത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്കത് വറുത്ത് പോരാം. നമുക്ക് ബാറ്ററി ഇതുപോലെ ഗ്ലാസ്സിലാക്കിയിട്ടും നമുക്ക് ഇതുപോലെ കോരി ഒഴിക്കാം. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഉണ്ണിയപ്പം നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ്, ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.